പ്രിയമുള്ള വ്യൂവേഴ്സിനായിട്ട് ഒരു പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മാവിനമാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നടാൻ പറ്റിയ നല്ലൊരു മാവിനത്തിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം. കുളമ്പ് മാവിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കുളമ്പ് മാവിൻ്റെ ഒരു തൈ ഞാൻ വാങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. നല്ലൊരു പോട്ടിംഗ് മിക്സിനായിട്ട് ആദ്യം കുറച്ച് ചാണകപ്പൊടി, ഉണങ്ങിയ നല്ല ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ്, അതിലേക്ക് കുറച്ച് സോയിലൊന്ന് കുറച്ചല്ല, ആവശ്യത്തിന് സോയിൽ ചേർക്കുക. നമുക്കറിയാമല്ലോ ഒരു മാവിന് എത്ര വേണമെന്നുള്ളത്. പിന്നെ കൊക്കോപീറ്റ്, കുറച്ച് അളവിൽ കൊക്കോപീറ്റ് ചേർക്കാം. കാരണം മണ്ണ് കുറച്ച് ലൂസാവാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. സാൻഡ് ചേർക്കുമ്പോൾ പോട്ടിംഗ് മിക്സ് കുറച്ച് നല്ല ലൂസാവും, അതായത് വെള്ളം കിട്ടാത്ത രീതിയിലുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആവും. പിന്നെ നമുക്ക് ബോൺ മെയിൽ, അതായത് എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ഒരു റിച്ച്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. മാവിനൊക്കെ നല്ല വളം വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നീം കേക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇതിടുന്നത് എന്താണെന്ന് വെച്ചാൽ കീടശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മാറ്റി നിർത്താനും ഒക്കെയാണ്. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. കാരണം ഈ ഓരോ പാർട്ടിലും എല്ലാം വരണമല്ലോ. നമ്മൾ ഈ ആഡ് ചെയ്ത എല്ലാം പോട്ടിംഗ് മിക്സിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക, എങ്കിലേ നല്ല രീതിക്ക് പോട്ടിംഗ് മിക്സ് ആവുള്ളൂ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഫഞ്ചിസൈഡ് ചേർക്കണം. കുറച്ച് നല്ല ഫഞ്ചിസൈഡ് ചേർക്കുക. അത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചേർക്കാം. സാഫ് ആണെങ്കിലോ ഇൻഡോഫിൽ ആണെങ്കിലോ ഏത് വേണമെങ്കിലും ചേർക്കാം. അതും ഈ ഫംഗസിൻ്റെ അറ്റാക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പോട്ടിംഗ് മിക്സ് ഒരിക്കൽ കൂടി നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അപ്പോഴാണ് നമ്മുടെ പോട്ടിംഗ് മിക്സ് റെഡിയായി. ഇനി നമുക്ക് നടാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഏതിലാണ് നടുന്നത്, എവിടെയാണ് നടുന്നത്. മുറ്റത്തൊക്കെ സ്ഥലമുള്ളവർക്കാണെങ്കിൽ അവിടെ മണ്ണിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ടെറസിൽ ഡ്രമ്മിൽ നമുക്ക് നടാം. ഇതിനായിട്ട് ഒരു ഡ്രം എടുക്കുക. അതിൽ നല്ല 2 ഹോൾ ഇടുക താഴെ ഭാഗത്തായിട്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്, നീർവാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോകാതെ ചെടി ചീത്തയായി പോകും. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ലെയറിൽ, അതായത് ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുവരെ ഹോളിൻ്റെ ആ ലെവൽ വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെള്ളം വാർന്നു പോകാനായിട്ടുള്ള പ്രൊവിഷൻസ് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് കല്ല് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തൊണ്ട് ഉപയോഗിക്കാം. ഞാനിവിടെ തെർമോക്കോളാണ് ഉപയോഗിച്ചത്. കല്ല് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് തെർമോക്കോളാണ് ഉപയോഗിച്ചത്. വലിയ പീസുകളാക്കി തെർമോക്കോളിലിട്ടു. നിറയെ ഹോളിൻ്റെ അതുവരെ തെർമോക്കോൾ ഉപയോഗിച്ചു. അതിനുശേഷം പിന്നെ തൊണ്ടിട്ടു. ചെറിയ പീസുകളാക്കിയിട്ട് തൊണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ല് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ തെർമോക്കോളും അതിന് മുകളിൽ തൊണ്ടും ഉപയോഗിച്ചത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വാർന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് ആ ഹോളിൻ്റെ അതുവരെ ഇത് അടുക്കിയത്. അതിനുശേഷം നമുക്ക് ഡ്രൈ ലീഫുകളൊക്കെ ഉപയോഗിക്കാം. ഡ്രൈ ലീഫുകളോ ഡ്രൈ പ്ലാന്റ് പാർട്സ്, നല്ല ഉണങ്ങി വെച്ചിട്ടുള്ള ആ പ്ലാന്റിൻ്റെ പാർട്സ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് കൊടുത്താൽ മതിയാവും. പിന്നെ മാത്രവുമല്ല ലൈറ്റ് വെയിറ്റ് ആവും. അപ്പോൾ അതിനൊക്കെ വേണ്ടി മാത്രമല്ല, ഇത് നല്ലതുപോലെ ഡീക്കേ ആയി കഴിഞ്ഞാൽ മണ്ണിന് നല്ലൊരു വളവുമാകും. ഉണങ്ങിയ ലീഫ്, ഉണങ്ങിയ സ്റ്റെം ആൻഡ് റൂട്ട്സ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഇട്ട് കൊടുക്കാം. കാരണം കുറച്ച് ലൈറ്റ് വെയിറ്റും ആവും, അത് ഡീക്കേ ആയി മണ്ണിന് വളവുമാവും. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് ഒരു തിൻ ലെയർ ഇട്ട് കൊടുക്കാം. മാവിൻ്റെ തൈ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അതിൻ്റെ കവറ് നമ്മൾ വളരെ സൂക്ഷിച്ച് മാറ്റിയെടുക്കുക. വേറൊരു ചെടിയും കൂടെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. ഒരു വേപ്പിൻ്റെ തൈ ആയിരുന്നു. അതിനെ മാറ്റിയെടുത്തു. വേരിനിളക്കം വരാതെ സൂക്ഷിച്ച് മാറ്റിയെടുത്തു. ചെടി വാങ്ങിയിട്ടൊരു 8 മാസമായി. അപ്പോൾ അത് കവറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കവറിൽ തന്നെ ഇരുന്നത് നല്ല ഹൈറ്റൊക്കെ വന്നിട്ടുണ്ട്, ബ്രാഞ്ചൊക്കെ വന്നു. പിന്നെ മറ്റൊരു ചെടി കൂടി വളർന്നിരുന്നു. നീമിൻ്റെ ഒരു ചെടി കൂടി അതിൽ വളർന്നു. അപ്പോൾ അതിനെ സൂക്ഷിച്ച് റിമൂവ് എടുത്ത ശേഷം വേരൊന്നും പൊട്ടാതെ മാറ്റിയിട്ട് ആ ഡ്രമ്മിൻ്റെ, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പോട്ടിംഗ് മിക്സ് നടാൻ ഉദ്ദേശിക്കുന്ന ആ ഡ്രമ്മിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതാണ് നീമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ നീമിൻ്റെ തൈ അതിൽ വളർന്ന് ഇത്തിരി വലുതായി. അതിനെ സൂക്ഷിച്ച് പതുക്കെ ഇളക്കിയെടുത്തു. നമുക്ക് കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് വീട്ടുമുറ്റത്തും
അല്ലെങ്കിൽ ടെറസിലും ഒക്കെ നടാൻ പറ്റുന്ന നല്ലൊരു മാവിനമാണ് കുളമ്പ്. ശ്രീലങ്കയാണ് ഇതിൻ്റെ ജന്മദേശം. എങ്കിലും ഇപ്പോൾ കേരളത്തിൽ ധാരാളമായിട്ട് ഇത് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ലേബലിൽ മാംഗോ കുളമ്പ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ലേബൽ ഞാൻ മാറ്റി കളഞ്ഞില്ല, കാരണം പിന്നീട് പേര് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് മാറ്റാതിരുന്നത്. വാങ്ങിയിട്ട് 8-9 മാസം കഴിഞ്ഞതാണ് ഈ തൈ. അപ്പോൾ കവറിലിരുന്ന് തന്നെ അതിനൊരു നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തൈയാണ് എനിക്ക് കിട്ടിയത്. നല്ല ബ്രാഞ്ചൊക്കെ ആയിട്ട് 4 ബ്രാഞ്ചസൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് കിട്ടിയത്. നല്ലൊരു ഹൈറ്റിൽ വന്നു. എന്നിട്ടാണ് ഞാനിതിപ്പോൾ നടുന്നത്. ഇനി നല്ല വളം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കായ്ക്കുന്നതായിരിക്കും. 3 കൊല്ലത്തിനുള്ളിൽ കായ്ക്കുന്നതാണ്. ടെറസിൽ ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും പറ്റിയ മാവിനങ്ങളിൽ ഒന്നാണ് മാംഗോ കുളമ്പ്. അതുപോലെ തന്നെ കാലാപ്പാടി മാംഗോ. ഇത് രണ്ടും ടെറസിലൊക്കെ നടാൻ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ അത്ര ഹൈറ്റിലോ അല്ലെങ്കിൽ അത്ര വലിപ്പത്തിലോ വളരുന്ന മാവുകളല്ല. ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്ത് നല്ല ബുഷാക്കി നിർത്താമെന്നുണ്ടെങ്കിൽ നല്ല മാവുകളാണ്, ടെറസിലേക്ക് പറ്റിയ മാവുകളാണ്. നമ്മൾ മാവിൻ്റെ തൈ സെൻറ്ററിലാക്കി വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ള പോട്ടിംഗ് മിക്സ് നമുക്കതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏകദേശം 3/4 ഭാഗത്തോളം പോട്ടിംഗ് മിക്സ് ഫില്ല് ചെയ്യണം. എങ്കിലേ മാവ് നല്ല രീതിക്ക് വളരുകയുള്ളൂ. അത് നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ച് നിൽക്കുകയുള്ളൂ മണ്ണിൽ. അപ്പോൾ നമുക്കങ്ങനെ നിരത്തി നല്ല രീതിക്ക് ഈവനാക്കി മണ്ണ് നിരത്തിയിട്ട് കൊടുക്കണം. അങ്ങനെ കുളമ്പ് മാവ് എൻ്റെ ടെറസ് ഗാർഡനിലെ ഒരു അംഗമായി കഴിഞ്ഞു. ഇനി അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളും കായ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കായിട്ട് എന്തായിരുന്നാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കുറച്ച് കാലതാമസം എടുക്കുമായിരിക്കും. 3 കൊല്ലത്തിനുള്ളിൽ കായ്ക്കും എന്നാണ്. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 1 കൊല്ലം ആയിട്ടുള്ള തൈയാണ്. ഇനി നല്ല രീതിക്ക് വളം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ കായ്ക്കുന്ന നല്ലൊരു മാവിനമാണ് നമ്മുടെ കുളമ്പ്. നല്ല പരന്ന നീളമുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത. വലിയ ഇലകളാണ്. നട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അതിനെ നല്ലതുപോലെ നനയ്ക്കുക എന്നുള്ളതാണ്. പോട്ടിംഗ് മിക്സ് നല്ല രീതിക്ക് നനയുന്നത് വരെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നനച്ച് കൊടുക്കുക. കവറിൽ കുറച്ച് നാൾ നിൽക്കുകയായിരുന്നല്ലോ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ മാറ്റിയൊക്കെ നടുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് അവരെ ഫീൽ ചെയ്യിക്കാതിരിക്കാൻ, അറിയാതിരിക്കാനാണ് പതുക്കെ അനക്കാതെയൊക്കെ കവറിൽ നിന്ന് നമ്മൾ മണ്ണ് പതുക്കെ ഇളകാതെ മാറ്റിയൊക്കെ എടുത്ത് നടുന്നതും. പിന്നെ അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് ആ മണ്ണിൽ അതിനെ ഒന്ന് സെറ്റാക്കി നിർത്തേണ്ടതും അതുകൊണ്ടാണ്. ഇതിൻ്റെ മാമ്പഴം നല്ല മധുരമാണ്. മാവിൽ നിന്ന് തന്നെ പഴുത്ത് വീഴുന്നതാണ് ഇതിന് മാമ്പഴത്തിന് രുചി കൂടുന്നത്. പഴുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല, കാരണം പച്ച നിറത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ തോടുണ്ടാവുക. അപ്പോൾ കട്ടിയുള്ള തോടാണ്. അതുകൊണ്ട് തന്നെ കീടശല്യം വളരെ കുറഞ്ഞ ഒരു മാവിനമാണ്. നല്ല മധുരമുള്ള തേൻ മധുരമുള്ള മാങ്ങ എന്നാണ് ഇതിനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും വളരെ ക്വാളിറ്റിയുള്ളൊരു മാങ്ങ തന്നെയാണ്. നല്ല നീളമുള്ള മാങ്ങയാണ്. ഒരു ഞെടുപ്പിൽ ഒരു 2-3 എണ്ണമൊക്കെ ഉണ്ടാകും. നീളമുള്ള ഞെടുപ്പുകളായിരിക്കും. നല്ല കട്ടിയുള്ള തോടാണ്. അധികം കീടശല്യമൊന്നും ഉണ്ടാവില്ല. കട്ടിയുള്ള തോടായതുകൊണ്ട് തന്നെ ഈ മാങ്ങയ്ക്ക് അധികം കീടശല്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു വർഷം തന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇത് കായ്ക്കാറുണ്ട്. നല്ലതുപോലെ പൂത്ത് കായ്ക്കാറുണ്ട്. അപ്പോൾ സീസണില്ലാതെ എല്ലാ സമയത്തും നമുക്കതിൻ്റെ മാങ്ങ കിട്ടും എന്നുള്ളത് മറ്റൊരു ക്വാളിറ്റിയാണ്. നല്ലതുപോലെ പഴുത്ത മാമ്പഴമാണെങ്കിൽ അതിൻ്റെ തോട് പീൽ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. എളുപ്പത്തിന് അത് ഉരിഞ്ഞ് വരും. അപ്പോൾ ഒരു പഴം കഴിക്കുന്ന പോലെയൊക്കെ എളുപ്പത്തിന് കഴിക്കാൻ കഴിയും. ഈ മാമ്പഴത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കട്ട് കൊടുത്ത ശേഷം 2 സൈഡിലേക്ക് തിരിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിന് അത് ഇളവി വരികയും ചെയ്യും. നമുക്ക് ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഇഫക്റ്റിൽ അത് കഴിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് നടാൻ പറ്റുന്ന, നമ്മുടെ ടെറസിലും നമ്മുടെ വീട്ടുമുറ്റത്തും ഒക്കെ നടാൻ പറ്റുന്ന നല്ലൊരു മാവിനമാണ് കുളമ്പ്. അപ്പോൾ നിങ്ങളത് പരീക്ഷിക്കുക. നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ വീട്ടിൽ മുറ്റത്ത് വാങ്ങി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെറസിൽ ഡ്രമ്മിൽ ഇങ്ങനെ നടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ഉപയോഗമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ അറിയിക്കണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.